ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ അബി മുത്തശ്ശനോടും മുത്തശ്ശിയോടും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാലും എനിക്കൊരു ബ്രാഞ്ച് ഏൽപ്പിച്ച് തന്നല്ലോ, പക്ഷേ ആദർശേട്ടനെ ഇതിൽ നിന്നും ഒഴിച്ചുവിടണമെന്നേ ഞാൻ പറയൂ മുത്തശ്ശ. കാരണം ആദർശേട്ടനെ ഇപ്പോൾ അതൊന്നും നോക്കി നടത്താനുള്ള മനസ്സുണ്ടാവില്ല. അപ്പോൾ നമ്മുടെ മുത്തശ്ശൻ ചോദിക്കുക, നിനക്കതിനുള്ള മനസ്സുണ്ടോ? അപ്പോൾ അബി ഒന്ന് ടെൻഷനായി. അതെന്താ മുത്തശ്ശ അങ്ങനെ പറഞ്ഞത്? എനിക്ക് മനസ്സിന് കുഴപ്പമൊന്നുമില്ല. ഞാൻ നന്നായിട്ട് തന്നെ നോക്കും. ഞാനിപ്പോൾ എൻ്റെ ഭാര്യയെ നന്നായിട്ടാണ് സ്നേഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൾക്കും എന്നെ പറ്റി ഒരു പരാതിയില്ല. അങ്ങനെയുള്ളപ്പോൾ എൻ്റെ മനസ്സിൽ ഭാരങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ നന്നായിട്ട് തന്നെ നോക്കും മുത്തശ്ശ. ശരി, എന്നാ നീ ഇവിടെ നിന്നിപ്പോൾ ആദർശിനെ ഒരുപാട് കുറ്റപ്പെടുത്തുന്നുണ്ടല്ലോ. ഞാനൊരു കാര്യം നിന്നോട് പറയട്ടെ. നിനക്ക് ഈ ബ്രാഞ്ചിൻ്റെ ചുമതല ഏൽപ്പിച്ചത് ഞാനല്ല, ആദർശ. അതുകൊണ്ട് നീ നന്ദി പറയുന്നത് ആദർശിനോടായിരിക്കണം, അല്ലാതെ എന്നോടല്ല. അത് കേട്ടതും അതിന് എന്നെ കിട്ടില്ല അത് മുത്തശ്ശ. കാരണം അയാൾ ആദ്യത്തെ ആദർശനായിരുന്നെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്താനെ, നന്ദി പറയുകയോ കെട്ടിപ്പിടിക്കുകയോ ഉമ്മ കൊടുക്കുകയൊക്കെ ചെയ്താനായിരുന്നു. പക്ഷെ ഇപ്പം അയാൾ ഒരു വലിയ തെറ്റ് ചെയ്തിട്ട് വന്ന് നിൽക്കുക. കല്യാണത്തിന് മുമ്പ് ചീത്തപ്പേര് കേൾപ്പിച്ച് ഈ കുടുംബത്തിന് തന്നെ വലിയ നാണക്കേടുണ്ടാക്കി വെച്ചിരിക്കുക. അങ്ങനെയുള്ളപ്പോൾ എനിക്ക് അയാളുടെ കാല് പിടിച്ച് നന്ദി പറയാനൊന്നും പറ്റില്ല മുത്തശ്ശ. അതിനെന്നെ കിട്ടത്തുമില്ല. എടാ ദേ ഒരു കാര്യം ഞാൻ പറയാം. ഇവിടുത്തെ കമ്പനിയൊക്കെ നോക്കി നടത്തുന്നത് ആദർശ. അതിനുള്ള യോഗ്യത അവനുണ്ട്, അതവൻ തെളിയിച്ചതുമാണ്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ ബ്രാഞ്ചും ആദർശിനെ ഏൽപ്പിച്ചിരിക്കുന്നത്. പിന്നെ അനയെ 3 ബ്രാഞ്ച് ഏൽപ്പിച്ചിട്ടുണ്ട്. അതും അവൻ വേണ്ടാന്ന് തന്നെയാണ് പറഞ്ഞത്. പിന്നെ എന്നിട്ടും ആ ബ്രാഞ്ച് അവനെ ഏൽപ്പിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? അവനത് നോക്കി മുന്നോട്ട് കൊണ്ടുപോകുമെന്നുള്ളൊരു വിശ്വാസം കൊണ്ട് മാത്രമാണ്. പിന്നെ നിന്നെ ഏൽപ്പിക്കാൻ എനിക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായില്ല. പിന്നെ ആദർശ് പറഞ്ഞപ്പോൾ ഞാൻ സമ്മതിച്ചു, അത്രയേ ഉള്ളൂ. മനസ്സിലായല്ലോ? അതുകൊണ്ട് ഈ ബ്രാഞ്ച് അടങ്ങി ഒതുങ്ങി നോക്കി നല്ല നിലയിൽ കൊണ്ടുവരാൻ നോക്ക്. അത് ഞാൻ ചെയ്യും മുത്തശ്ശ. ആദർശേട്ടനെ പോലെ ചീത്തപ്പേര് ഏൽപ്പിച്ചിട്ടല്ല, നല്ല അന്തസ്സായിട്ട് തന്നെ ഈ ബ്രാഞ്ച് ഞാൻ നിലനിർത്തും. ഇതിൽ ഞാൻ ഒരുപാട് ലാഭങ്ങൾ ഉണ്ടാക്കി തരും. നമുക്ക് കാണാം, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ. ശരി മുത്തശ്ശ എന്നും പറഞ്ഞുകൊണ്ട് അബി അങ്ങ് പോവുക. അവൻ്റെ ആ പറച്ചിൽ കേട്ടോ, അവൻ അങ്ങനെ പറഞ്ഞപ്പോൾ അവൻ്റെ കരണം അടിച്ചൊന്ന് പൊളിക്കാനാണ് എനിക്ക് തോന്നിയത്. ഇദ്ദേഹം ശ്രദ്ധിച്ചില്ലേ, എല്ലാ തെറ്റും ചെയ്തത് അവനാ. എന്നിട്ട് പാവം ആ ആദർശ് മോൻ്റെ തലയിലിട്ടിട്ട് ഒന്നും അറിയാത്ത പോലെ നടക്കുന്നത് കണ്ടില്ലേ അവൻ? എനിക്കറിയാം വസുന്ധരെ, അവനും എല്ലാം അറിയാം. ഒരു DNA ടെസ്റ്റിൽ തെളിയാവുന്ന കാര്യങ്ങളേ ഉള്ളൂന്ന്. എന്നിട്ടും ഇത്ര ധൈര്യത്തോടെ അവൻ സംസാരിക്കണമെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലുമൊക്കെ കാണുമല്ലോ. അതൊന്നും നമ്മൾ കാര്യമായിട്ട് എടുത്തിട്ട് കാര്യമില്ല. എല്ലാം സഹിച്ചല്ലേ പറ്റൂ. കുറച്ച് ദിവസം ഈ കുടുംബം തകർന്നു പോകാതിരിക്കാൻ ഇങ്ങനെയൊക്കെ അവൻ പറയുന്നത് കേട്ടോണ്ടിരുന്നാലേ കാര്യമുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മുത്തശ്ശൻ ഇങ്ങനെ ഇരിക്കുക. ഈ സമയം പിന്നീട് കാണിക്കുന്ന ആദർശിനെയാണ്. ആദർശാണെങ്കിൽ ലാപ്ടോപ്പിൽ ഓരോരോ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുക. പനി വരിക. എന്താ ആദർശിട്ട വിളിച്ചത്? എടാ നീ എന്തുദ്ദേശിച്ചാ? നിന്നെ 3 ബ്രാഞ്ച് ഏൽപ്പിച്ചിട്ടുണ്ട്. എന്നിട്ടും നിനക്കതൊക്കെ നോക്കി നടത്താൻ കഴിയുന്നില്ല. നിന്റെ മിടുക്കുകൊണ്ടാ നിന്നെ അത് ഏൽപ്പിച്ചത്. ഏട്ടാ അത് വേറെ ആരെങ്കിലും ഏൽപ്പിച്ചോ? വേണമെങ്കിൽ അബിയെ ഏൽപ്പിച്ചോ. എടാ നീ എന്ത് വർത്താനേ പറയുന്നേ? അവനെ ഒരു ബ്രാഞ്ച് തന്നെ ഏൽപ്പിച്ചിട്ട് ടെൻഷൻ അടിച്ചിരിക്കും ഇവിടെ ഞാനും മുത്തശ്ശനൊക്കെ. അങ്ങനെയുള്ളപ്പോഴാണോ മറ്റു ബ്രാഞ്ചുകളും കൂടെ ഏൽപ്പിക്കാൻ പറയുന്നത്? അതല്ല ഏട്ടാ, ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെക്കൊണ്ട് ഇപ്പോൾ കഴിയുന്നില്ല. എല്ലാം കൂടെ നോക്കി നടത്തി എനിക്ക് ഒന്നിനും പറ്റുന്നില്ല ആദർശേട്ടാ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ശരി, നിനക്ക് പറ്റുന്നില്ലെങ്കിലും നീ ശ്രമിക്കണം മോനെ. ദേ ഒരു കാര്യം ഞാൻ പറയാം. നീ നന്ദുവിനെ കാണാൻ ട്രെയിനിങ് ക്യാമ്പിൽ പോയിരുന്നില്ലേ? അത് വേണ്ടായിരുന്നു, അത് ശരിയായില്ല. നീ അങ്ങാനും അങ്ങോട്ട് പോയെന്ന് അറിഞ്ഞാൽ അനാമിക നിൻ്റെ തല തല്ലി പിടിക്കും. ഏട്ടാ ദേ ഞാനൊരു കാര്യം ഏട്ടനോട് പറയട്ടെ. അവളെന്നെ മാനസികമായിട്ട് മാത്രമല്ല ശാരീരികമായിട്ടും പീഡിപ്പിക്കുന്നുണ്ട്. ചില സമയത്ത് വഴക്കിടുമ്പോൾ അവൾ എന്നെ ബെൽറ്റ് കൊണ്ടൊക്കെ അടിക്കാറുണ്ട്. അത്രയ്ക്ക് ഞാൻ അവളെ സഹിക്കുന്നുണ്ട്. എന്നിട്ട് പോലും ഞാനത് ആരോടും പറയാത്ത എന്തുകൊണ്ടെന്നറിയാമോ? ഞാൻ പറഞ്ഞിട്ടും ആരും അതൊന്നും കാര്യമായിട്ട് എടുക്കാത്തത് കൊണ്ടാണ്. ഒരു കാര്യം ഞാൻ പറയട്ടാ, സത്യം പറഞ്ഞാൽ വെറുത്തു, ജീവിതമേ വെറുത്തു. ഞാൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത് നന്ദുവിനെക്കുറിച്ച് ഓർത്തുകൊണ്ട് മാത്രമാണ്. ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എന്നെ പോയാനായിരുന്നു. എന്ത് ചെയ്യാനാ? മനസ്സിനെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല അവൾ ചെയ്യുന്നത്, എൻ്റെ ശരീരത്തെ വേദനിപ്പിക്കുന്ന കാര്യം കൂടിയാ. എടാ അതാ പറഞ്ഞത്, ഈ കണക്കിന് പോയാൽ അവൾ നിൻ്റെ തലയും തല്ലി പൊട്ടിക്കുമെന്ന്. അങ്ങനെയാണെങ്കിൽ സഹി കിടന്നതിന് മുമ്പ് അവളുടെ കഴുത്ത് ഞെരിച്ച് ഞാൻ അവളെ കൊല്ലും, എന്നിട്ട് ഞാനും ചാകും എന്നും പറഞ്ഞുകൊണ്ട് അനി അങ്ങ് പോവുക. അത് കേട്ടതും ആദർശിന് പേടിയായി. ഈശ്വര, ഇവനെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ ഭഗവാനെ, ഇനി ഇവനെന്തെങ്കിലും ചെയ്യുമോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ആദർശ് ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് വേണുവിനെയും രേവതിയെയും പിന്നെ നമ്മുടെ അനാമികയൊക്കെയാണ്. പിന്നെ കൂട്ടത്തിൽ ആ ട്രെയിനറും ഉണ്ട് കേട്ടോ, മധുസൂദനൻ.
അയാളും ഇരുന്നുകൊണ്ട് ഇങ്ങനെ പൊറോട്ടയും ബീഫൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും നമ്മുടെ മധുസൂദനൻ പറയുക, അതെ അവളെ എല്ലാ റിപ്പോർട്ടും ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതറിയാൻ വേണ്ടി നിങ്ങൾ കൂടെ ഇങ്ങോട്ട് വരണമെന്നില്ല. ഞാൻ അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അങ്ങോട്ട് അയച്ചു തന്നേക്കാം. ഇതൊക്കെ ഒരു സന്തോഷമല്ലേടോ മധുസൂദന? എന്തായാലും ദേ ഞങ്ങൾ ഇവിടെ വന്ന് കണ്ട് തനിക്ക് വേണ്ടതൊക്കെ മേടിച്ചു തരാൻ വേണ്ടി വന്നതാ. പിന്നെ ദേ അവളെ എങ്ങനെയെങ്കിലും ഇറങ്ങി പോണോ കേട്ടോ എന്നും പറയുക. അതെ അത് അച്ഛൻ പറഞ്ഞത് ശരിയാങ്കളെ, എങ്ങനെയെങ്കിലും അവളെ ഇറക്കി വിടണേ എന്നും നമ്മുടെ അനാമിക. അത് കേട്ടതും മധുസൂദനൻ, മോൾക്ക് എന്താ അവളോട് ഇത്ര ദേഷ്യം, എന്താ ഇത്ര വൈരാഗ്യം? മോളുടെ ഭർത്താവിനെ അവൾ വളയ്ക്കുന്നത് കൊണ്ടല്ലേ? എന്നാ കേട്ടോ, മോളുടെ ഭർത്താവേ അവളെ കാണാൻ ട്രെയിനിങ് ക്യാമ്പിൽ വന്നിരുന്നു. അത് കേട്ടതും അനാമികയും നമ്മുടെ രേവതിയും വേണുവും ഞെട്ടി. എന്താ പറഞ്ഞേ? അതേ വേണു, അവനവിടെ വന്നിരുന്നു. ട്രെയിനിങ് പീരീഡിൽ ട്രെയിനീസ് ആരും പരിചയക്കാരെ കണ്ടാൽ പോലും മിണ്ടാൻ പാടില്ല എന്നുണ്ട്. അവൾ ആ നിയമം തെറ്റിച്ചു. അവൾ അവനെ കണ്ടപ്പോൾ തിരിഞ്ഞു നിന്ന് സംസാരിച്ചു. അതാണ് ഞാൻ കണ്ടെത്തിയ മറ്റൊരു ഇതും. എന്തായാലും അവളിലുള്ള എല്ലാ മൈനസ് പോയിന്റും ഞാൻ എഴുതി ചേർത്തിട്ടുണ്ട്. ഇതൊക്കെ കാരണമാക്കി ഈ ട്രെയിനിങ് ക്യാമ്പിൽ നിന്നും അവളെ ഞാൻ പിരിച്ചു വിട്ടിരിക്കും. എന്നാലും അവൻ എന്തൊരു ധൈര്യം നോക്ക് വേണം കേട്ടാ. എല്ലാവരെയും എതിർത്തുകൊണ്ടും അവനെ ആ ട്രെയിനിങ് ക്യാമ്പിലേക്ക് പോയത് കണ്ടോ? വല്ലാത്തൊരു കഷ്ടം തന്നെ അവൻ്റെ കാര്യം. ആ മൊട്ടേച്ചി പെണ്ണിനെ കാണാൻ അവനിങ്ങനെ ഓടി നടക്കുക എന്നൊക്കെ പറയാം. അതെ അങ്കിളെ, ഞാൻ എൻ്റെ സത്യം പറയട്ടെ, ഒറ്റയ്ക്ക് 5-6 ആണുങ്ങൾ വന്നാൽ കൂടെ അവരെയൊക്കെ ഇടിച്ചു തെറിപ്പിക്കാനുള്ള ശേഷിയും ശക്തിയും അവൾക്കുണ്ട്. അതൊക്കെ എനിക്കറിയാം. എന്ത് ചെയ്യാനാ? അല്ലടോ, തന്നെ ആരോ അടിച്ചു തെറിപ്പിച്ചു എന്ന് പറയുന്ന കേട്ടല്ലോ, അത് ആരാ ഇടിച്ചത്? അത് കേട്ടത് മധുസൂദനൻ. അത് വെളിയിൽ പറയാൻ നാണക്കേടായതുകൊണ്ട് വിളിച്ചു പറഞ്ഞില്ല. എന്നിട്ട് അറിയില്ല, എന്നെ തല്ലുമ്പോൾ ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ആരാന്ന് അറിയില്ല. പിന്നെ ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നതുകൊണ്ട് പരാതിയും കൊടുക്കാൻ പറ്റില്ലേ, അതുകൊണ്ട് പരാതിയും കൊടുത്തില്ല. പിന്നെ നിങ്ങളെയൊക്കെ ആ ഇരുട്ടടി അടിച്ചത് നന്ദുവാണെന്ന് നിങ്ങൾക്കറിയാലോ, എന്നിട്ട് നിങ്ങളെന്താ പരാതി കൊടുക്കാത്തത്? എൻ്റെ മധുസൂദന, പരാതി കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി. ഇല്ലെങ്കിൽ പരാതി കൊടുത്ത് അവളെ അകത്താക്കാനുള്ള പണിയൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വേണു ഇങ്ങനെ ഇരിക്കുക. ഇനി ഒന്നും കൊണ്ട് നിങ്ങൾ പേടിക്കണ്ട. എന്തായാലും അവളെ പോലീസ് ട്രെയിനിങ് ക്യാമ്പിൽ നിന്നും പുറത്താക്കുന്ന കാര്യം ഞാൻ ഏറ്റു. എന്തൊക്കെ സംഭവിച്ചാലും ശരി, അവൾ ഇനി മോളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാലും അവൾ പോലീസായിട്ടായിരിക്കില്ല, സാധാരണ ഒരു പെൺകുട്ടിയായിട്ടായിരിക്കും തന്നെ വരുന്നത്. അതുകൊണ്ട് മോൾക്ക് പേടിക്കാതെ ധൈര്യമായിട്ട് അവളോട് എതിർത്ത് നിൽക്കാം. അത് കേട്ടതും, അത് വേണോ അങ്കളെ? ഞാൻ അത്രയ്ക്ക് തളർന്നിരിക്കുക. എൻ്റെ ഭർത്താവിനെ അവൾ വളച്ചെടുക്കുക. എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല അങ്കളെ. മോളെ ഒന്നുകൊണ്ടും പേടിക്കണ്ട, നമുക്കെല്ലാം ശരിയാക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മധുസൂദനൻ ആശ്വസിപ്പിക്കുകയാണ് അനാമികയെ. ഈ സമയം പിന്നീട് കാണിക്കുന്ന നന്ദുവിനെയാണ്. നന്ദു ആകെ വിഷമിച്ചിങ്ങനെ ഇരിക്കുക. അപ്പോൾ തുഷാര, എടി എന്താടി നീ എന്തിനാ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നേ? നീ തന്നെയല്ലേ അവൻ ട്രെയിനിങ് ക്യാമ്പിലേക്ക് വന്നവരും വിളിച്ചു പറഞ്ഞത്, എന്നിട്ട് പിന്നെ നീ ഇങ്ങനെ വിഷമിച്ചിരിക്കേണ്ട കാര്യമുണ്ടോ? എന്നാലും ഞാൻ അറിഞ്ഞില്ലടി അവൻ്റെ അച്ഛനെ അടിക്കുമെന്ന്. ആദ്യമായിട്ടാണ് അവൻ്റെ അച്ഛനെ അടിക്കുന്നത്, അങ്ങനെയാ ചേച്ചി പറഞ്ഞത്. പാവം, നീ കാരണം അവൻ അടിയും കിട്ടി. വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? നിന്നെ കാണാൻ വേണ്ടിയല്ലേ അവൻ ഓടി വന്നത്. എടി എനിക്കറിയാം, പക്ഷെ എന്ത് ചെയ്യാനാ, എൻ്റെ സാഹചര്യം അതായിപ്പോയി. അവനെ സ്നേഹിക്കാനോ അവനെ കൂടെ കൂട്ടാനോ ഒന്നും എനിക്കിപ്പോൾ കഴിയില്ലടി, അതിനെനിക്ക് വിലക്കുണ്ട്. അത് കേട്ടതും, എൻ്റെ നന്ദു, നീ പുറത്ത് മാത്രം ഇങ്ങനെയൊക്കെ പറയുന്നത്, പക്ഷെ നിൻ്റെ ഉള്ളിൽ അവനോട് തീരാത്ത ഇഷ്ടമുണ്ടെന്ന് എനിക്കറിയാം. നീ ഇടയ്ക്കിടയ്ക്ക് നിൻ്റെ മൊബൈലിൽ അവൻ്റെ ഫോട്ടോ നോക്കി നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുമുണ്ട്. അങ്ങനെയുള്ളപ്പോൾ നീ എന്തിനാ നന്ദു ഇങ്ങനെ മറയ്ക്കുന്നേ? എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? അത് കേട്ടതും, ഞാൻ പേടിക്കുന്നല്ലടി, എനിക്ക് ടെൻഷനാ, എന്ത് ചെയ്യണമെന്ന് അറിയില്ലടി. എന്തൊക്കെയായാലും അവനെ ഇഷ്ടമാണെങ്കിലും അനാമിക അതിന് തടസ്സമല്ലേ? അതൊക്കെ എനിക്കറിയാം. പക്ഷെ എന്തൊക്കെ സംഭവിച്ചാലും ശരി, അനാമിക തടസ്സം നിന്നാലും ഒന്നും ഞാൻ പറയാം. നീയേ ഒന്ന് ഓർത്തോണം, നിനക്ക് വേണ്ടിയാ അവൻ പോരാടുന്നത്, നിന്നെ കിട്ടാൻ വേണ്ടിയാ അവൻ എത്ര തല്ല് വേണമെങ്കിലും കൊള്ളുന്നത്, എന്ത് വേദനയും സഹിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഡിവോഴ്സായിട്ട് അവൻ വന്നാൽ ഉറപ്പായിട്ടും നീ അവനോട് പിന്നെ ഇത് സ്നേഹക്കുറവൊന്നും കാണിച്ചേക്കരുത്, സ്നേഹിച്ച് ചേർത്ത് നിർത്തിക്കൊള്ളണം. അത് കേട്ടതും, നീ എന്തൊക്കെയാ പറയുന്നേ? അവൻ ഡിവോഴ്സായിട്ട് വരുമെന്നോ? അതെ, അവരുടെ രണ്ടുപേരുടെയും പോക്ക് നീ എന്നോട് പറഞ്ഞല്ലോ. ഈ കണക്കിന് പോയാൽ അവൻ ഉറപ്പായിട്ടും അവളെ ഡിവോഴ്സ് ചെയ്യും. അതുകൊണ്ട് തന്നെ എന്തായാലും നീയേ അവനെ കല്യാണം കഴിക്കാൻ കാത്തിരുന്നു. അങ്ങനെ സംഭവിച്ചാലും എനിക്ക് അവനെ കല്യാണം കഴിക്കാനുള്ള വിലക്കുണ്ട് തുഷാര, അതുകൊണ്ട് എനിക്കങ്ങനെ ചെയ്യാൻ പറ്റില്ല. അതെന്താ പറ്റാത്തത്? എൻ്റെ നന്ദു, നീ നിൻ്റെ ചുറ്റുമുള്ളവരെ മാത്രമേ ശ്രദ്ധിക്കുന്നുള്ളൂ, എന്നാൽ അവൻ നിന്നെ സ്നേഹിക്കുന്ന ആത്മാർത്ഥമായിട്ടാ.
അതും നീ ശ്രദ്ധിക്കുന്നില്ല. ഞാൻ നിന്റെ ജീവിതം തകരാൻ വേണ്ടി പറയുന്നതല്ല. അനി നല്ല പയ്യനാണെന്ന് നീ പറഞ്ഞല്ലോ. അതെ, അവനെപ്പോലൊരു നല്ല പയ്യനെ ജീവിതത്തിൽ എവിടെയും കിട്ടില്ല. ഞാൻ ഇതുവരെ കണ്ടിട്ടുമില്ല. ഞാൻ അങ്ങനെ പറഞ്ഞത് എൻ്റെ വീട്ടുകാരെനിക്ക് വേണ്ടി കണ്ടുപിടിച്ചാൽ പോലും അനിയെപ്പോലൊരു നല്ല പയ്യനെ എനിക്ക് കിട്ടില്ല. അങ്ങനെയുള്ളപ്പോൾ കിട്ടിയ മുതൽ കൈവിട്ട് കളയരുത്. ഒരിക്കലും നിന്നെ സ്നേഹിക്കുന്ന അവനെയാണ് നിനക്ക് വേണ്ടത്, അല്ലാതെ നീ സ്നേഹിച്ചു പോകുന്ന ആൾക്കാരെയല്ല. മനസ്സിലായല്ലോ? നിന്നെ ഒരു ആപത്തിലും കൈവിടാതെ ചേർത്ത് പിടിക്കുന്ന ഒരു പുരുഷനെയാണ് നിനക്ക് വേണ്ടത്. മനസ്സിലായല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തുഷാര ഓരോന്ന് പറഞ്ഞ് നന്ദുവിൻ്റെ മനസ്സ് മാറ്റാൻ ശ്രമിക്കുക. പക്ഷേ നന്ദുവിനാണെങ്കിൽ പേടിയാ. ഞാൻ അങ്ങനെ ചെയ്താൽ തൻ്റെ ചേച്ചിമാരുടെ ജീവിതം തകർന്നു പോകുമെന്നുള്ള പേടി. ഈ സമയം നമ്മുടെ തുഷാര ചോദിക്കുക, നീ എന്താടി ആലോചിക്കുന്നേ? ഇല്ലടി, ഞാൻ അങ്ങനെ അനിയോട് സംസാരിച്ച എൻ്റെ ചേച്ചിമാരുടെ ജീവിതം, നിൻ്റെ ചേച്ചിമാരുടെ ജീവിതം, അവരവരുടെ ഭർത്താക്കന്മാർക്ക് അവരവരുടെ വിശ്വാസം ഉണ്ടെങ്കിൽ അങ്ങനെ ഒന്നും സംഭവിക്കില്ല. നീ നിൻ്റെ ജീവിതം നോക്കുക വേണ്ടത്, അല്ലാതെ ഇനി മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുകയല്ല വേണ്ടത്. നിൻ്റെ അച്ഛനും അമ്മയും നോക്ക്, നിൻ്റെ ചേച്ചിമാരെ നോക്കണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ നിനക്ക് വേണ്ടി ഇത്രയും തല്ലുകൊണ്ടിട്ടും നീ തന്നെ മതി എന്ന് പറഞ്ഞ് നടക്കുന്ന ആ പയ്യനെക്കുറിച്ചും നീ ഒന്ന് ചിന്തിക്കടി എന്നും പറഞ്ഞുകൊണ്ട് തുഷാര അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുക. ഈ സമയം നന്ദു ആലോചിച്ച് തല പുകയ്ക്കുക. ഈശ്വര, തുഷാര പറഞ്ഞതിലും കാര്യമുണ്ട്. അനി എനിക്ക് വേണ്ടി ഒരുപാട് സഹിക്കുന്നുണ്ട്. ഞാനടിച്ചാലും എനിക്ക് വേണ്ടി വേറെ ആരടിച്ചാലും എല്ലാം കൊള്ളുന്നുണ്ട്. പാവം, അവനെപ്പോലെ ഒരുത്തനെ ഞാൻ എങ്ങനെയാണ് വേദനിപ്പിക്കുന്നത്, എങ്ങനെയാണ് അവോയ്ഡ് ചെയ്യുന്നത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ജാനകിയാണ്. ജാനകിയും ജലജയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുക. മോള് ഭയങ്കര ദേഷ്യത്തിലാണ് ജലജ സംസാരിച്ചത്. എന്താണെന്ന് ചോദിച്ചപ്പോൾ എല്ലാം ഇവിടെ വന്നിട്ട് പറയാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണോ എന്തോ. ജാനകി, ഞാനൊരു കാര്യം പറയാം. ഏതൊക്കെ സാഹചര്യത്തിലും ആ പെങ്കൊച്ചിനെ നീ കൈവിട്ട് കളയരുത്. നല്ലൊരു മരുമോളാ. നിനക്ക് മാത്രമേ അർഹിച്ച മരുമകളെ കിട്ടിയിട്ടുള്ളൂ. അതെനിക്കറിയാലോ ജലജെ. അപ്പം ഞാൻ വിട്ട് കളയോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജാനകി ഭയങ്കര അഹങ്കാരത്തോടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഈ സമയമാണെങ്കിൽ അനാമിക വരിക. അനാമിക വന്നതും ചോദിക്കുക, എന്താ മോളെ, എന്താ കാര്യം? അപ്പം അമ്മ ഒന്നും അറിഞ്ഞില്ലേ? അമ്മ ഒന്നും അറിയണ്ട. അമ്മ ഇവിടെ ഇങ്ങനെ ഇരുന്നോ? മകൻ എന്ത് ചെയ്യുന്നു, എവിടെ പോകുന്നു, എവിടെ വരുന്നു എന്നൊന്നും അമ്മ അന്വേഷിക്കണ്ട. എന്താ മോളെ, എന്താ ഉണ്ടായത്? അവനെ കഴിഞ്ഞ ദിവസം പോയിരുന്നു ആ മോട്ടേച്ചിയെ കാണാൻ ട്രെയിനിങ് ക്യാമ്പിലേക്ക്. അത് കേട്ടതും നമ്മുടെ ജാനകി ദേഷ്യത്തോടെ, സത്യമാണ് മോളെ, സത്യമാണ് നീ പറയുന്നേ, ഞാൻ എന്തിനാ നുണ പറയുന്നത്? അപ്പോഴേക്കും ജലജ, എന്നാലും അവൻ്റെ ധൈര്യം സമ്മതിക്കണം. എത്ര പേര് വിലക്കിയിട്ടും അവനൊരു പേടിയുമില്ലല്ലോ. അപ്പോൾ ദേവയാനി വരിക. വരുന്നു അവൻ്റെ വല്യമ്മ. ഇവരോട് തന്നെ പറ മോളെയല്ല. വലിയമ്മയല്ലേ അവനെ വളർത്തി വഷളാക്കിയത്. അപ്പോൾ ഇവർ തന്നെ ഉപദേശിക്കട്ടെ. വലിയമ്മ, ഇത് കുറച്ച് കടന്ന കയ്യാ. അവൻ എന്തിനാ അങ്ങോട്ട് പോയത്? അതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എൻ്റെ മോളെ, അതിന് നീ അവനെയല്ലേ പറഞ്ഞ് തിരുത്തേണ്ടത്. അവനെ സ്നേഹിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്നൊക്കെ പറയാം. പിന്നെ എന്നെ സ്നേഹിക്കാത്തവനെ ഞാനെങ്ങനെയാണ് സ്നേഹിക്കുന്നത്? ഇപ്പം തന്നെ വിളിക്കേ, അച്ഛനെയും മോനെയും വിളിക്കേ, രണ്ടുപേരും കൂടെ വരട്ടെ. എന്നിട്ട് അച്ഛൻ തന്നെ തീരുമാനിക്കട്ടെ അവൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും. അത് കേട്ടതും ജാനകി ഫോൺ എടുത്ത് വിളിക്കുക. ഈ സമയമാണെങ്കിൽ അജയനും ആനയും കൂടെ വരികയാണ്. അപ്പോൾ അജയൻ ആലോചിക്കുക, പറയുക, ഇനി എന്തായിരിക്കുമോ വീട്ടിലെ പ്രശ്നം? എന്ത് പ്രശ്നമാണെങ്കിലും സാരമില്ല മോനെ, ഞാൻ നിന്നെ തല്ലില്ല. പാവം, നിന്നെ ഞാൻ കുറച്ചു മുമ്പ് തല്ലിയതിൽ എനിക്കിപ്പോഴും വിഷമമുണ്ട്. നയന വന്ന് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് മോനെ. സാരമില്ലടാ, പോട്ടേടാ, സാരമില്ല അച്ഛാ. ഞാനതിന് പരാതിയൊന്നും പറഞ്ഞില്ലല്ലോ. എനിക്ക് പറ്റാത്തതുകൊണ്ടാണ് അച്ഛാ നിങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാൻ കേൾക്കാത്തത്. അച്ഛനറിയോ, അവൾ എന്നെ ഒരുപാട് ഉപദ്രവിക്കുന്നുണ്ട്. എനിക്കതൊന്നും സഹിക്കാൻ പറ്റുന്നില്ല അച്ഛാ. ഇങ്ങനെയുള്ള സാഹചര്യത്തിലൂടെ ഞാൻ കടന്നു പോയിട്ടില്ല. അച്ഛനും അമ്മയും എന്നെ തല്ലിയിട്ടില്ല. അങ്ങനെയുള്ളപ്പോൾ അവൾ എന്നെ ഉപദ്രവിക്കുമ്പോൾ എനിക്കതെങ്ങനെ സഹിക്കാൻ പറ്റുമോ അച്ഛാ? എനിക്കറിയാം മോനെ, നിനക്ക് ഒരു വാക്ക് പറയായിരുന്നല്ലോ, നന്ദുവിനെയാണ് നിനക്ക് ഇഷ്ടമെന്ന്. അങ്ങനെ നീ പറഞ്ഞിരുന്നെങ്കിലും ഞാനും ജയേട്ടനും ആദർശമൊക്കെ അതിന് സമ്മതം മൂളി തന്നെയായിരുന്നു. അച്ഛനും അമ്മയും പോലും സമ്മതം മൂളി തന്നെയായിരുന്നു. പക്ഷെ നീ മിണ്ടിയില്ല. കല്യാണം കഴിഞ്ഞതിന് ശേഷം നീ ഇത് പറഞ്ഞപ്പോൾ ഞങ്ങൾക്കിതൊന്നും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അതാ മോനെ യഥാർത്ഥ സംഭവം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവർ വീടെത്തിയതും നമ്മുടെ ജാനകിയും ജലജയും വരുന്നുണ്ട്, എന്തായാലും ഇങ്ങോട്ട് വരട്ടെ എന്നും പറയുക. അങ്ങനെ അവർ രണ്ടുപേരും അങ്ങോട്ട് ചെന്നപ്പോൾ നമ്മുടെ അനിയും അജയനും ചോദിക്കുക, എന്താ ജാനകി, എന്തിനാ നീ വരണമെന്ന് പറഞ്ഞാൽ കാണണമെന്ന് പറഞ്ഞാൽ? അതമ്മേ, എന്തു പറ്റി? അറിയില്ലല്ലേ? നിനക്കൊന്നും അറിയില്ലല്ലേടാ. നീ പോയായിരുന്നോ? നീ ആ നന്ദുവിനെ കാണാൻ ട്രെയിനിങ് ക്യാമ്പിൽ പോയായിരുന്നോ എന്ന്. അത് കേട്ടതും അനിയൊന്നും മിണ്ടാതെ നിൽക്കുക. നീ മിണ്ടാതെ നിൽക്കണ്ട, എല്ലാം മോൾ അറിഞ്ഞു കഴിഞ്ഞു. അവളെല്ലാം ഞങ്ങളോട് പറയുകയും ചെയ്തു. ഓഹോ, എല്ലാം അറിഞ്ഞല്ലോ. അപ്പം പിന്നെ ഇനി പ്രത്യേകിച്ച് ചോദിക്കുന്നത് എന്തിനാ എന്നും അനിയുടെ ചോദ്യം. എന്താടാ നീ പറഞ്ഞത്?
അതെ, എല്ലാം അറിഞ്ഞിട്ട് എന്തിനാ പ്രത്യേകിച്ച് ചോദിക്കുന്നതെന്ന് ഞാൻ നന്ദുവിനെ കാണാൻ പോയിരുന്നു. അതിലെന്താ ഇത്ര വലിയ തെറ്റ് എന്നും നമ്മുടെ അനിയുടെ ചോദ്യം. അത് കേട്ടതും കണ്ടോ കണ്ടോ അമ്മേ, ഒരു കൂസലുമില്ലാതെ അവനീ പറയുന്നത്. അജയേട്ടാ, ഇതിനെല്ലാം കാരണക്കാരൻ അജയേട്ടനാ. അജയേട്ടൻ ഇവനെ ഒന്ന് ഉറപ്പായിട്ടും ഒന്ന് ഇത് ഭീഷണിപ്പെടുത്തിയ ഇവൻ പേടിക്കും. അത് കേട്ടതും നമ്മുടെ ദേവയാനി, മോളെ ഇവനെ സ്നേഹിച്ച് അവനോടൊപ്പം അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ നോക്കും മോളെ. അതിൻ്റെ ആവശ്യമൊന്നും എനിക്കില്ല. ഇവൻ്റെ കാല് പിടിച്ചും ഇവനെ സ്നേഹിച്ചും ഒന്നും ഇവിടെ ജീവിക്കേണ്ട ആവശ്യമില്ല. എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഞാൻ തിരിച്ചു തന്നാലും ഒരു ബാധ്യതയല്ല. അത് കേട്ടതും എന്നാൽ പിന്നെ പൊയ്ക്കൂടെ എന്നും അനിയുടെ ചോദ്യം. അപ്പോൾ നമ്മുടെ ജാനകി അനിയെ തല്ലാനായിട്ട് ചെല്ലുക. അപ്പോഴേക്കും ജാനകിയുടെ കൈ പിടിച്ച് അജയൻ, വേണ്ട, അവനെ തല്ലണ്ട. ഈ വിവരം അറിഞ്ഞപ്പോഴേ ഞാൻ അവനെ തല്ലിയതാ. അതുകൊണ്ട് തന്നെ ഇനി അവനെ നീ തല്ലരുത്, തൊട്ടു പോകരുത് അവനെ എന്നും പറഞ്ഞുകൊണ്ട് കൈ തടയുക. അത് കേട്ടതും ജലജ, അജയനാ ഇവനെ വഷളാക്കുന്നത്, അത് ശരിയല്ല അജയ എന്നും പറയണം. അത് കേട്ടതും അതെ, ഞാനാണെങ്കിൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ, എനിക്കതിൽ ഒരു കുഴപ്പമില്ല. പക്ഷേ മോളെ, ഒരു കാര്യം ഞാൻ പറയാം. ആണുങ്ങൾ വഴിതെറ്റി പോകുമ്പോൾ അവരെ പറഞ്ഞു തിരിച്ച് സ്നേഹിക്കാനുള്ള മനസ്സ് പെണ്ണുങ്ങൾക്കുണ്ടാവണം. എന്നാൽ നീ അത് ചെയ്തില്ല. പകരത്തിന് പകരമായി പാർക്കിലും ബീച്ചിലും മറ്റാണുങ്ങളോടൊപ്പം ചുറ്റിക്കറങ്ങുകയാണോ വേണ്ടത് എന്നും ചോദിക്കുക. എനിക്കിവൻ്റെ കാല് പിടിക്കാനൊന്നും പറ്റില്ല അച്ഛാ, അങ്ങനെയാണെങ്കിൽ ഇറങ്ങിപ്പോടി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അനി, അമ്മയ്ക്ക് എന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാം, പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഇവിടെ സ്നേഹിക്കാൻ എനിക്ക് കഴിയില്ല എന്നും പറഞ്ഞുകൊണ്ട് അനി അങ്ങ് പോയി. അത് കേട്ടതും പറയുന്ന പറച്ചിൽ കേട്ടോ, ഇത്രയൊക്കെ സംഭവിച്ചിട്ടും അവനൊരു പേടിയില്ല. എങ്ങനെ ഉണ്ടാവും? എന്ത് ചെയ്യാനാ, എനിക്കും ഒന്നും കേൾക്കണ്ട എന്നും പറഞ്ഞ് അനാമികയും മുകളിലേക്ക് പോവുക. ഈ സമയം നമ്മുടെ അജയൻ, ജാനകി നീയാണ് എല്ലാത്തിനും കാരണം. മറ്റ് ചെറുപ്പക്കാരോടൊപ്പം കറങ്ങി നടക്കുന്ന പട്ടാപ്പകൽ രഹസ്യമായിട്ടല്ല പരസ്യമായിട്ടാണ് ഓരോന്ന് ചെയ്യുന്നവൾ. അങ്ങനെയുള്ളവൾ നല്ലവളാണെന്ന് നീ ചിന്തിക്കുന്നതാണ് തെറ്റ് എന്നും പറഞ്ഞിട്ട് അജയനും പോവുക. ഈ സമയം നമ്മുടെ ദേവയാനി അത് പറഞ്ഞുകൊണ്ട് നിൽക്കുക. ഇവരൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാവരും ഒറ്റക്കെട്ട ജാനകി എന്നും പറഞ്ഞുകൊണ്ട് ജലജയിൽ നിൽക്കുകയാണ്. അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കൽ. എല്ലാവർക്കും ഒരിക്കൽ കൂടെ